പിണറായി വിജയൻ വളരെ ബുദ്ധികൂർമ്മതയുള്ള ഒരു നേതാവാണ്. സീറ്റ് ധാരണയിലും അതിൽ എത്രയാണ് CPI ജയിക്കുമെന്നൊക്കെ ഭഗവാനെ കണ്ടറിയാം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. 2026 CPIയുടെ അവസ്ഥ എന്തായിരിക്കുമോ എന്തോ. എന്തായാലും മൂന്നാം ഊഴത്തിനുള്ള മുന്നൊരുക്കമാണ് ഈ പ്രഖ്യാപനം എന്നുള്ളതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ തന്നെ ജിമ്മി ജെയിംസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാശ് എവിടെ നിന്ന് കണ്ടെത്തും, ആ സോഴ്സ് ഇപ്പോഴും ഹിഡൻ ആണ് ജിമ്മി സാർ. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഏതാണ് ആ സോഴ്സ്, നിങ്ങൾ എവിടെ നിന്നാണ് പണം കണ്ടെത്തുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന ധനമന്ത്രി. ഇതേ ധനമന്ത്രിയാണ് പ്രതിസന്ധിയാണ്, കയ്യിൽ കാശില്ല, ഇതൊക്കെ എങ്ങനെ നടപ്പാക്കും, കൊടുക്കണമെന്ന് ആഗ്രഹം കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. അതെല്ലാം അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ നടപ്പാക്കും, അതിനുള്ള വകയൊക്കെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ആ വക കണ്ടുവച്ചിരിക്കുന്നത് എന്താണ്? ആ MOU ഒപ്പിടാൻ കാണിച്ച രഹസ്യാത്മകത ആ ഒരു വകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. എന്തെങ്കിലും ധാരണകളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിൻ്റെയും ഉത്തരം പറയേണ്ടത് LDF ആണ്. എന്തായാലും ഒറ്റയടിക്ക് ചർച്ചകളെല്ലാം ഈ ക്ഷേമ പദ്ധതിയിലേക്ക് മാറുകയാണ്, എല്ലാം ശരിയാക്കുകയാണെന്നുള്ള പ്രതീതി കൊണ്ടുവരികയാണ്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് കേന്ദ്രം പണം തരുന്നില്ല, കേന്ദ്രം ഞങ്ങളെ ഞെരുക്കുന്നു, ഞങ്ങൾ ഈ പദ്ധതി ഒപ്പിടാത്തത് കൊണ്ട് കിട്ടാനുള്ളത് കിട്ടിയില്ല. ആ പല്ലവി അടുത്ത 6 മാസം എന്തായാലും കേൾക്കാം. അതോടൊപ്പം ഇനി എങ്ങാനും LDF ജയിച്ചില്ലെങ്കിൽ, മൂന്നാം ഊഴം കിട്ടിയില്ലെങ്കിൽ ഈ പ്രഖ്യാപിച്ചതെല്ലാം നടപ്പാക്കേണ്ട ബാധ്യത ആർക്കാണ്? അത് UDF-നാണ്. VD സതീശനും KC വേണുഗോപാലും ഒക്കെ കൂടി എവിടെ നിന്നെങ്കിലും ഒക്കെ പണം കണ്ടെത്തി ഇതെല്ലാം നടപ്പാക്കേണ്ടി വരും. അപ്പോൾ PM ശ്രീ മാത്രമല്ല, ഉള്ള പദ്ധതി എല്ലാവർക്കും ഒപ്പിടേണ്ടി വരും. എന്നാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടൂ. അപ്പോൾ UDF-ന്റെ തലയിലേക്ക് ഈ ബാധ്യത നൈസായിട്ട് വെക്കുകയും ചെയ്യാം, എങ്ങാനും തോറ്റുപോയാൽ.